ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂർ ജില്ലയിലേക്ക് പോയിരുന്നതാണല്ലോ. അപ്പോൾ ഈ പയ്യന്നൂർ പോലെ തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലായത് പാർട്ടിക്കെതിരെ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആയിക്കോട്ടെ, തളിപ്പറമ്പിലായിക്കോട്ടെ, ഈ നിലയിൽ വലിയ നിലയിൽ അതെ ടി കെ ഗോവിന്ദൻ ആയിക്കോട്ടെ, വലിയ നിലയിൽ പാർട്ടിയോട് കലഹിച്ച് പൊതുമധ്യത്തിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ള ഈ കേഡർ സംവിധാനം അല്പം കൂടി ശക്തമാകുകയും പാർട്ടി എന്നൊരു വികാരത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ പോയപ്പോൾ അവിടെ നിന്ന് മനസ്സിലായത്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് പിന്നീട് ഇവിടെ നടന്ന ചർച്ചകളിലടക്കം ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പാർട്ടിയോട് കലഹിച്ച് പൊതുമധ്യത്തിൽ പോയി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർ എന്ന നിലയിൽ അവരെ അവിടെ പരിഗണിക്കപ്പെടുന്നു. പിന്നീട് അവിടെ പാർട്ടി ആ ഒരു വികാരത്തിലേക്ക് പൊതുവികാരത്തിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ള ഫീലിൽ നിന്നുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അതിശയിപ്പിക്കുന്ന നിലയിൽ അങ്ങനെയൊന്നുമല്ല അവിടെ ഗ്രൗണ്ടിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്ര വലിയ ചോർച്ച പാർട്ടി കോട്ടകളിൽ ഉണ്ടായിട്ടുണ്ട്, പാർട്ടി വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2001 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ 40% മുകളിൽ, അത് 42 തൊട്ട് 46 വരെ ശതമാനത്തിൽ കൺസിസ്റ്റന്റായി 2006, 2011, 2016, 2021 ഒക്കെയും നിന്ന ഇടത് വോട്ടുകളിലാണ് നേരെ പകുതിയിലേക്ക് ആ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വോട്ടുകളിലടക്കം വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മാത്രം വിലയിരുത്തിയല്ല എന്നും ഞാൻ കരുതുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏതിനെയൊക്കെ കണ്ടെത്തുന്നു, ഏതിനെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു, ഏതിനെയൊക്കെ തിരുത്തുന്നു. ഇതിനപ്പുറം ഈ തിരുത്തൽ വരെ പാർട്ടിക്കുള്ളിലുള്ള കാര്യമാണ് സ്കേൻ. ആ തിരുത്തലിനപ്പുറം ആ തിരുത്തൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, അത് കേഡർ വോട്ടുകൾ മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പാർലമെന്ററി സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടത്. അപ്പോൾ ആ തിരുത്തലുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർലമെന്ററി സംവിധാനം രണ്ടാണ്. പാർലമെന്ററി പാർട്ടി സംവിധാനവും കേഡർ സംവിധാനവും സംഘടനാ സംവിധാനവും രണ്ടാണ് എന്ന് തന്നെ ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ എന്ന് കരുതി ഇവർ ഇനി അടുത്ത അഞ്ചാമത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്ററി സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ പാർലമെന്ററി സംവിധാനത്തെ ഇനിയും അഡ്രസ്സ് ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ, മത്സരിക്കാനായി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പാർട്ടിയിലെ തിരുത്തലുകൾ അത് സാധാരണക്കാരായ CPIM-ന്, പാർട്ടിക്ക്, ഇടത് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളിലേക്ക് കൂടി എത്തിക്കേണ്ടതുണ്ട്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാടിടങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ഇതിനോടകം തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, എങ്ങനെ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.